അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ? തുടങ്ങിക്കോ. മുഖ്യമന്ത്രി പിണറായി വിജയനെ ദൈവമായി വിശേഷിപ്പിച്ച ഫ്ലക്സ് ബോർഡ്. ഈ നാട്ടുകാർ ഇന്നേ വരെ കാണാത്തൊരു സാധനം. വാ കാണിച്ചു തരാം. കേരളത്തിന്റെ ദൈവം എന്ന പേരിലാണ് പിണറായി വിജയന്റെ ചിത്രം സഹിതമുള്ള ഫ്ലെക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടത്. ഗതികെട്ട സാത്താനെ സേവിക്കണം എന്നാണല്ലോ പഴഞ്ചൊല്ല്. ആരാണ് ദൈവം എന്ന് നിങ്ങൾ ചോദിച്ചു. അന്നം തരുന്നവനെന്ന് ജനം പറഞ്ഞുവെന്നും എഴുതിയ ഫ്ലെക്സ് ബോർഡിന് പിന്നിൽ CPM പ്രവർത്തകരാണെന്ന് ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞു. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഇതങ്ങ് വെറുതെ വിട്ടാ പറ്റില്ല, നമ്മൾ പ്രതികരിക്കണത്. എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും, അത് ആരായാലും ഞാൻ പറയും. ഇനി സർക്കാർ എന്നെ തൂക്കിക്കൊന്നാലും ഞാൻ പറയും. എങ്ങനെ കിട്ടി കുട്ടി ധൈര്യം? സാഹചര്യങ്ങൾ എല്ലാത്തിനും വിലയാ. 100% ഞാൻ യോജിക്കുന്നു. പാവങ്ങളുടെ വീടുകളിലൊക്കെ ചെന്ന് നോക്കും, ഭൂരിപക്ഷം ആൾക്കാർ പട്ടിണിയായിരിക്കും. ഇലക്ഷന് മാത്രമേ നമുക്ക് വരെ ആവശ്യമുള്ളൂ എന്ന് ആ പട്ടിണി പാവങ്ങൾക്ക് അറിയില്ലല്ലോ. ഞാൻ നോക്കിയിട്ട് തീ അല്ലാത്ത എല്ലാം ഞങ്ങൾ കാശ് കൊടുത്താ മേടിക്കുന്നത്. അതേ വായും വെള്ളമൊക്കെ ഫ്രീ ആയിട്ട് ഇട്ടുകൊണ്ട് പിന്നെ ജീവിക്കാമല്ലോ. സത്യം അതുകൊണ്ട് പൈപ്പ് കണക്ഷൻ സർക്കാർ തന്നെയാ. വെള്ളം വരുന്നതിനെക്കാട്ടി മുമ്പേ ബില്ല് വന്നു ഞങ്ങൾക്കല്ല. ഈ നാട് നന്നാവില്ല, ഒരു കാലത്ത് നന്നാവില്ല. സോഷ്യലിസം വരും, കമ്മ്യൂണിസ്റ്റ് വന്നാലും കോൺഗ്രസ് വന്നാലും സോഷ്യലിസം നമുക്ക് വിധിച്ചിട്ടില്ല. അവര് വെള്ളം എരി നിർത്തലാക്കി, പഞ്ചസാര നിർത്തലാക്കി, മണ്ണെണ്ണ നിർത്തലാക്കി. ഇതൊക്കെ ഒന്ന് കിട്ടുമായിരുന്നെ വലിയ ഉപകാരമൊന്നും. വായും മുറിച്ച് അങ്ങോട്ട് ഇരുന്നേച്ചാ മതി. അതൊന്നും ഇല്ലെങ്കിലും ദാരിദ്ര്യത്തിന് കുറവൊന്നുമില്ലല്ലോ. അര കിലോ പഞ്ചസാരയെങ്കിലും ഉള്ളത് തന്നാ മതിയല്ലോ. നിങ്ങൾ എന്നിൽ നിന്ന് അത്ര പ്രതീക്ഷിച്ചായിട്ടോ. 6 രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഗോതമ്പ് പൊടി ഇപ്പൊ 1 കിലോയ്ക്ക് റേഷൻ കട 10 രൂപ വെച്ചാക്കി. ഈ സാധനങ്ങളുടെ വില ഇങ്ങനെ കുത്തനെ മേലോട്ട് കയറിപ്പോയാൽ ഈ നാട്ടിൽ സാധാരണക്കാരെങ്ങനെ ജീവിക്കും? അതിന് സാധാരണക്കാരൊക്കെ ജീവിക്കണമെന്ന് ആര് പറഞ്ഞു? പിന്നെന്തോ ഈ സർക്കാർ സൗജന്യം തരുന്ന ഒന്നും തരുന്നില്ല. ഞങ്ങൾ നേരം വെളുത്ത് കഷ്ടപ്പെടുന്നു, ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു. കൂടുതലും വാഗ്ദാനങ്ങളാ കൊടുത്തത്. 5 അംഗമുള്ള വീട്ടില് ഓരോ കിലോ അരി വീതം 5 കിലോ അരിയാ ഞങ്ങൾക്ക് കിട്ടുന്നത്. ഒരു മാസം ആ കുടുംബം എങ്ങനെ പോകും? അതൊന്നും എന്റെ വിഷയമാവില്ല. അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഒരു കുടുംബം വേണം, കുട്ടികൾ വേണം. അത് സർക്കാരിന്റെ കാര്യം ഒന്നും പറയണ്ട, അത് മുറയ്ക്ക് അങ്ങ് നടന്നു പോകട്ടെ, അതേ നടക്കത്തുള്ളൂ. ഒരു നാട് ഭരിക്കാൻ വലിയ കഴിവൊന്നും വേണ്ട, പക്ഷെ ഒരു നാട് മുടിക്കാൻ കഴിവ് വേണം. കുത്തും പാലോചിക്കണം. വോട്ടേ കുത്തും പാലോചിക്കണം. കണ്ട അണ്ടനും അടവണ്ണൊക്കെ വോട്ട് ചെയ്താൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഒരു തെറ്റ് പറ്റിപ്പോയി, ഇനി ആവർത്തിക്കാതിരുന്നാ മതിയല്ലോ. അന്തസ്സായ അഭിപ്രായം. തൽക്കാലം ഇത്രയും മതി, വരട്ടെ.